ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എന്തുകൊണ്ടാണ് ഒരു റിലേഷൻഷിപ്പിൽ ഒരേ പ്രശ്നങ്ങൾ തന്നെ വീണ്ടും വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണം നമ്മുടെ റിലേഷൻഷിപ്പിൽ നമ്മൾ പോലും അറിയാതെ അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കാതെ ചെയ്യുന്ന കുറച്ച് മിസ്റ്റേക്കുകളുണ്ട്. അത് അധികവും സ്ത്രീകളുടെ സൈഡിൽ നിന്നാണ് വരുന്നത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വുമൺ സൈക്കോളജി പ്രകാരം സ്ത്രീകൾ റിലേഷൻഷിപ്പിൽ ആവർത്തിക്കുന്ന 5 മിസ്റ്റേക്കുകളെ കുറിച്ചിട്ടാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൽ ഒന്നാമത്തെ കാര്യമാണ് സ്വന്തം ആവശ്യങ്ങൾ തുറന്നു പറയാതിരിക്കുക എന്നുള്ളത്. പല സ്ത്രീകളും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മുടെ പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യും. അതായത് മേ ബി വലിയ കാര്യങ്ങളൊന്നും ആയിരിക്കണം എന്നില്ല, ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കാം. അതായത് അവർ നമ്മളെ സ്നേഹിക്കണം, അവർ നമ്മളെ എക്സ്പ്രസീവായിട്ട് സ്നേഹിക്കണം, ത്രൂ വേർഡ്സ് അവരുടെ സ്നേഹം എക്സ്പ്രസ് ചെയ്യണം, അതേപോലെ തന്നെ നമ്മളെ കെയർ ചെയ്യണം, നമ്മളെ കൺസിഡർ ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായിരിക്കും. പക്ഷേ നമ്മൾ ഇതൊന്നും ഇവരോട് തുറന്ന് സംസാരിക്കില്ല. അതായത് എങ്ങനെയാണ് നിങ്ങൾക്ക് അവരുടെ അടുത്തൊന്നും സ്നേഹം വേണ്ടത് എന്നുള്ളത് അവരോട് നമ്മൾ പറയില്ല. മറിച്ച് നമ്മൾ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കും. എനിക്ക് വയ്യാണ്ട് പനിയായി കിടക്കുന്ന സമയത്ത് എന്നെ ഈ രീതിയിലാണ് അദ്ദേഹം നോക്കേണ്ടത്, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെയാണ് ആള് വിളിക്കേണ്ടത്, പക്ഷെ വിളിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരിക്കും. ഇവിടെ നമ്മുടെ എക്സ്പെക്റ്റേഷൻസ് എന്താന്നുള്ളത് നമുക്കറിയാം, പക്ഷെ അവർക്കത് അറിയില്ല. അവരറിയാതെയാണ് അവരുടേതായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും അവർ സ്നേഹം നമ്മളോട് എക്സ്പ്രസ് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ നിങ്ങൾക്ക് എങ്ങനെയാണോ സ്നേഹം കിട്ടേണ്ടത് അതിനെക്കുറിച്ച് നിങ്ങൾ ക്ലിയർ ആയിട്ട് നിങ്ങളുടെ പാർട്ട്ണറിനോട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് ഓപ്പൺ ആയിട്ട് പറയുക, എന്നിങ്ങനെ മുത്തേ പൊന്നെ എന്നൊക്കെ വിളിക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്, സോ എന്നെ അങ്ങനെയൊക്കെ വിളിക്കണം. അതുപോലെ എൻ്റെ തലയൊക്കെ തോർത്തി തരുന്നത് എനിക്കിഷ്ടമാണ്, അതേപോലെ മുടിയൊക്കെ ചീകി തരുന്നതും എനിക്കിഷ്ടമാണ്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരുടെ അടുത്ത് തുറന്നു പറ. ഈ രീതിയിൽ എന്നോട് പെരുമാറൂ, അപ്പോൾ നിങ്ങളുടെ സ്നേഹം എനിക്ക് കാണാൻ സാധിക്കും. അല്ലാതെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്ന സ്നേഹം എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഫ്ലവേഴ്സ് ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾ എനിക്ക് ഫ്ലവേഴ്സ് വാങ്ങിത്തരൂ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത് ഒരു തവണയെങ്കിലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറിനോട് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. എന്നിട്ടും അവർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷെ നിങ്ങൾ പറയാതെ അവരിൽ നിന്നും എക്സ്പെക്ട് ചെയ്തിട്ട് അവരത് ചെയ്തു തരുന്നില്ല എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇത് നമ്മളെ റിലേഷൻഷിപ്പിൽ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ഇനി രണ്ടാമത്തെ കാര്യം, നമുക്ക് റിലേഷൻഷിപ്പിൽ വിസിബിൾ ആയിട്ട് കാണാൻ കഴിയുന്ന റെഡ് ഫ്ലാഗുകളെ അവഗണിക്കുക എന്നുള്ളതാണ്. അതായത് പല റിലേഷൻഷിപ്സിലും അത് കുറച്ചുകൂടി പുറകോട്ട് പോവുകയാണെങ്കിൽ ഒന്നുകൂടി കോമൺ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും, നമ്മളോട് അബ്യൂസീവായിട്ട് പെരുമാറുന്ന ആളുകൾ ഉണ്ടായിരിക്കും. ഇതിന് ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും ഉള്ള ഒരു റിലേഷൻഷിപ്പ്. അപ്പൊ അതില് ഈ ഹസ്ബൻഡ് എപ്പോഴും വൈഫിനെ അടിച്ചിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഈ ഹസ്ബൻഡിന് റിഗ്രറ്റ് തോന്നിയിട്ട് പിന്നെ ഈ വൈഫിനോട് ഭയങ്കര സ്നേഹത്തോടെ സംസാരിക്കുന്നു, വൈഫിന് ഇഷ്ടമുള്ള ഫുഡ് വാങ്ങിക്കൊടുക്കുന്നു, ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുന്നു. ഇതിങ്ങനെ ഒരു സൈക്കിള് പോലെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു തവണ അടിച്ചു, അപ്പൊ ആ സമയത്ത് ഇതേപോലെ വൈഫിന് ഇഷ്ടമുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്തു, പിന്നെ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാണ് ലൈഫിൽ. അപ്പൊ ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇയാള് ഒരു തവണ അടിച്ചു, എന്നിട്ട് നമ്മളോട് സംസാരിച്ചത് സോൾവ് ആക്കി. അപ്പൊ അയാൾ പറയുന്നില്ല ഇനി ഞാൻ നിന്നെ അടിക്കില്ല എന്നുള്ളത്, അല്ലെങ്കിൽ പിന്നെയും അയാൾ ആ ഒരു സെയിം കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു സ്വഭാവം ഒരിക്കലും ഇയാള് അവസാനിപ്പിക്കാൻ പോകുന്നില്ല. ഇയാൾ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ അബ്യൂസീവായിട്ട് പെരുമാറിക്കൊണ്ടേയിരിക്കും. പിന്നെ നമ്മളോട് ഇങ്ങനെ സോപ്പിട്ട് ഈ രീതിയിൽ സംസാരിക്കുകയും ചെയ്യും. അപ്പൊ നിങ്ങൾ അതൊരു സ്നേഹമാണ്, അവർക്ക് സ്നേഹം ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെ ചെയ്യുന്നത്. ദേഷ്യത്തിന്റെ പുറത്ത് നമ്മൾ അടിക്കുന്നു, പിന്നീട് അവർക്ക് സ്നേഹം വരുമ്പോൾ അവർ നമ്മളോട് സ്നേഹത്തോടെ പെരുമാറുന്നു. അവർക്ക് ശരിക്കും അവരുടെ ഉള്ളിൽ നമ്മളോട് സ്നേഹം ഉണ്ടെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇതൊരു റെഡ് ഫ്ലാഗ് ആണ്. ഇത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇത്തരത്തിൽ റെഡ് ഫ്ലാഗ് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ബിഹേവിയേഴ്സ് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും കാണുമ്പോൾ ക്ലിയർ ആയിട്ടുള്ള ബൗണ്ടറി സെറ്റ് ചെയ്ത് മാറി നിൽക്കാൻ നിങ്ങൾ റെഡി ആവണം. ഇല്ലെങ്കിൽ അത് വളരെയധികം അപകടത്തിലേക്ക് പോകും എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ കാര്യം, റിലേഷൻഷിപ്പിനെ നമ്മുടെ സ്വന്തം ലോകം തന്നെയാക്കി മാറ്റുക എന്നുള്ളത്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെയധികം ടോക്സിക് ആവാനും സെൽഫിഷ് ആവാനും ഒക്കെ തുടങ്ങും നമ്മുടെ റിലേഷൻഷിപ്പിൽ. അതായത് നമ്മളുടെ പാർട്ട്ണറിന് നമ്മൾ ഒരു സ്പേസും കൊടുക്കില്ല. അവർക്ക് അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ പോകാൻ പറ്റില്ല, അവർക്ക് അവരുടെ ഫാമിലിന്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്ക് എന്താണ്, നമ്മുടെ ലോകം അവരാണ്. അപ്പൊ അവരെപ്പോഴും നമ്മുടെ കൂടെ വേണം, അല്ലെങ്കിൽ അവരുടെ കംപ്ലീറ്റ് അറ്റൻഷനും നമുക്ക് വേണം എന്നൊരു ചിന്തയായിരിക്കും നമുക്ക്.
ഇതൊരു വശം. ഇനി രണ്ടാമത്തെ വശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ജസ്റ്റ് അവരുടെ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ബിസി ആവുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്നത് നമ്മളെ ഇഗ്നോർ ചെയ്യാണ്, നമ്മളോടുള്ള സ്നേഹം കുറഞ്ഞു, അതിന് നമ്മൾ വിഷമിച്ചിരിക്കുന്നു, അതിന് നമ്മൾ സങ്കടപ്പെടുന്നു, കരയുന്നു. ഈ രീതിയിൽ നമ്മുടെ ഇമോഷണൽ ഹെൽത്തിനെ അല്ലെങ്കിൽ നമ്മളുടെ മെന്റൽ ഹെൽത്തിനെ കൂടി അതെന്താണ് ബാഡ് ആയിട്ടുള്ള രീതിയിൽ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ഒരാളിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിപ്പെൻഡഡ് ആവാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. അത് നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചെയ്യുന്ന വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ്. ഇനി നാലാമത്തെ കാര്യം, എല്ലാ പ്രശ്നങ്ങൾക്കും സ്വയം കുറ്റം ഏറ്റെടുക്കുക. അതായത് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാവാണ്, അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ വീട്ടില് എന്തെങ്കിലും ഒരു കാര്യത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് നിങ്ങൾ ഹസ്ബൻഡിനെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഹസ്ബൻഡ് ചെയ്ത തെറ്റ് തുറന്നു പറഞ്ഞു കഴിഞ്ഞാല് അത് ആളെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന പോലെയാണ് എന്ന് വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ നമ്മളെക്കാൾ വയസ്സിന് മൂത്തതല്ലേ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ കുഴപ്പമില്ല, അത് എന്റെ തെറ്റാണ്, എന്റെ ഭാഗത്തുനിന്ന് വന്ന മിസ്റ്റേക്ക് ആണെന്ന് പറഞ്ഞിട്ട് എല്ലാ കുറ്റവും നിങ്ങൾ ഏറ്റെടുക്കുക. മേ ബി അവിടെ ഹസ്ബൻഡിന്റെ സൈഡിൽ മിസ്റ്റേക്ക് ഉണ്ടായിട്ടുണ്ടാവാം, അതുകൊണ്ടായിരിക്കാം ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യാതെ, അതൊന്നും കണക്കിലെടുക്കാതെ നിങ്ങൾ പറയാണ് എന്റെ തെറ്റാണ്, എന്റെ മിസ്റ്റേക്കാണ്, ഞാൻ ഇനി ഇത് ആവർത്തിക്കില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും ആ ഒരു ബ്ലെയിം അല്ലെങ്കിൽ ആ ഒരു കുറ്റം നിങ്ങൾ ഏറ്റെടുക്കുക. ഇത് നിങ്ങൾ ചെയ്യുന്ന വലിയൊരു തെറ്റ് തന്നെയാണ്. കാരണം ഇവിടെ നിങ്ങൾ ചെയ്യുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന പാർട്ട്ണർക്ക് അയാളുടെ തെറ്റ് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അയാളുടെ ഭാഗത്ത് വന്ന മിസ്റ്റേക്ക് എന്താണെന്ന് തിരിച്ചറിയാനോ ഉള്ളൊരു സ്പേസ് നിങ്ങൾ കൊടുക്കുന്നില്ല. അപ്പൊ അവരെന്താ വിചാരിക്കുന്നത്, ഞാൻ ചെയ്യുന്നതെല്ലാം ശരിയാണ്, അയാൾ ചെയ്യുന്ന തെറ്റായ പ്രവൃത്തികളെ കൂടി അയാൾ തെറ്റിദ്ധരിക്കപ്പെടണ, ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്, ഇത് അവളുടെ സൈഡിൽ നിന്ന് വന്ന മിസ്റ്റേക്കാണ് എന്ന് അവർ തെറ്റിദ്ധരിക്കുകയാണ്. സോ ഇത്തരത്തിലുള്ള ഒരു ബിഹേവിയർ നിങ്ങൾക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു സ്വഭാവം നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സ്വഭാവമാണിത്. ഇനി അഞ്ചാമത്തെ കാര്യം, ബൗണ്ടറി ഇല്ലാതിരിക്കുക. അതായത് നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം, അതിപ്പോ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ല, ഈ ലോകത്തുള്ള ആര് തന്നെയാണെങ്കിലും നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ അവിടെ നോ പറയാനുള്ള ഒരു ധൈര്യം, ആ ഒരു ബൗണ്ടറി നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കണം. ചില ഭാര്യമാരുണ്ട്, ഭർത്താക്കന്മാർ എന്താവശ്യപ്പെട്ടു കഴിഞ്ഞാലും അത് ചെയ്തു കൊടുക്കും, അവരോടുള്ള സ്നേഹമാണ്, അവരോടുള്ള റെസ്പെക്റ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇതൊരിക്കലും നിങ്ങൾ സെൽഫ് ലവ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ സ്വഭാവത്തിന് ചേരുന്ന ഒരു കാര്യമല്ല. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾക്ക് യെസ് പറയാനും നിങ്ങൾക്ക് വേണ്ടാത്ത കാര്യങ്ങളോട് നോ പറയാനുള്ള ഒരു ഫ്രീഡം, സ്പേസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതിനുള്ള വ്യക്തമായിട്ടുള്ള ബൗണ്ടറി നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിലും ഏത് തരത്തിലുള്ള ഒരു റിലേഷനിലാണെന്നുണ്ടെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ മിസ്റ്റേക്കുകളെല്ലാം ഒരുപാട് സ്ത്രീകൾ അവരുടെ ലൈഫിൽ സ്റ്റിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇനി ചെയ്യാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ കാലങ്ങളായിട്ട് അവർ മുന്നേ ചെയ്തുകൊണ്ടിരുന്നിരുന്ന കാര്യങ്ങളൊക്കെ ആവാം. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഇത് നോർമലാണ്, ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോകുന്നതാണ്. പക്ഷെ ഇത് തിരിച്ചറിഞ്ഞ ശേഷവും നിങ്ങൾ ഈ ഒരു തെറ്റ് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് അത്ര നല്ലതിനുള്ളതല്ല. സോ തിരിച്ചറിയുക, മാറാനായിട്ട് ശ്രമിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും സർവീസുകൾ ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. സോ ഇറ്റ്സ് മി രാഷ്ന, സൈനിങ് ഓഫ്.